സമഗ്ര PSCയിലേക്ക് സ്വാഗതം. വുമൺ CPO പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് മാത്സ് ചോദ്യങ്ങളാണ് ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, 1, 5, 14 എന്ന സംഖ്യാശ്രേണിക്ക് പറയുന്ന പേരെന്ത് എന്നുള്ളതാണ്. അപ്പോൾ 1, 5 തുടങ്ങിയ സംഖ്യകൾ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്, അല്ലെങ്കിൽ അവയുടെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? അതാ 1നും 5നും ഇടയിൽ 4 വരുന്നത്, 5നും 14നും ഇടയിൽ 9 വരുന്നത് അല്ലേ. ഈ 4ഉം 9ഉം എന്ന് പറയുന്ന സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? ഇത് സ്ക്വയർ ടൈപ്പ് നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ അടുത്തതാണെങ്കിൽ എത്ര ആയിരിക്കും വരുന്നത്? 4, 9, 3ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 9. അങ്ങനെയാണെങ്കിൽ അടുത്ത വരുന്നത് 4ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 16 ആയിരിക്കും വരുന്നത്. അതായത് നെക്സ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് 30 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ പോകുന്ന സംഖ്യകളുടെ പേര് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അറിയപ്പെടുന്ന പേരാണ് പിരമിഡ് സീരീസ് അല്ലെങ്കിൽ പിരമിഡ് നമ്പേഴ്സ് എന്ന്. പിരമിഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ പിരമിഡ് സീരീസ് എന്ന്. അതിനെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് സ്തൂപിക സംഖ്യകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സീരീസ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക, പിരമിഡ് സീരീസ്. ഓക്കെ, അടുത്ത ചോദ്യം. 3 സംഖ്യകളുടെ തുക 572 ആണ്. ഒന്നാമത്തേത് രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ ഒന്നാമത്തേത് രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ രണ്ടാമത്തേത് നമ്മൾ എത്രയെന്ന് എടുത്തു? എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഇരട്ടിയായിട്ടുള്ള 2x ആയിരിക്കും അല്ലേ. മൂന്നാമത്തേത് ഒന്നാമത്തേതിൻ്റെ 3/1 ഒന്നാമത്തേത് 2x ആണ്. അതിൻ്റെ 3/1 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? ഡിവൈഡഡ് ബൈ 3 അല്ലെങ്കിൽ ഇൻറ്റു 1/3 എന്നോ എങ്ങനെ വേണോ കൊടുക്കാം. അപ്പോൾ 2x/3. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 2x ആണ്, രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് x ആണ്, മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 2x/3 എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ എല്ലാം കൂടെ സം എടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് എത്രയെന്ന് കിട്ടുന്നത്? 572 എന്ന് പറയുന്ന സംഖ്യ കിട്ടുന്നത്. ഇതൊരു ഫ്രാക്ഷൻ ആക്കി എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സം ചെയ്യാം. സം ചെയ്ത് കഴിഞ്ഞാൽ 3x + 2x/3 എന്ന് കിട്ടും. ഈക്വൽ ടു എത്ര? 572 അല്ലേ. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 9x + 2x/3 അല്ലേ. അതായത് 11x/3 എന്ന് കിട്ടും. ഈക്വൽ ടു 572. അങ്ങനെയാണെങ്കിൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 572 × 3/11 എന്ന് കിട്ടും അല്ലേ. 572 × 3/11 അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 156 ആണ്. അപ്പോൾ 156 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. പലരും ഇതുവരെ ചെയ്തിട്ട് നിർത്തിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഉത്തരം ഇതിലില്ല, ഓപ്ഷനിൽ ഉത്തരമില്ല എന്ന് പറഞ്ഞിട്ട് പലരും നിർത്തിയിട്ട് പോകാറുണ്ട്. അപ്പം അങ്ങനെയല്ല ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് കിട്ടിയ ഈ 156 എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ് 156 എന്ന് പറയുന്നത്. എക്സിൻ്റെ വാല്യൂ ആണ് എത്രയെന്ന് പറയുന്നത്? 156 എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇതാ ഈ എക്സിന് പകരം നമുക്ക് എത്രയെന്ന് കിട്ടി? 156 എന്ന് കിട്ടി. എക്സിന് പകരം 156 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 2x, അതായത് ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് അതിൻ്റെ ഇരട്ടിയായിരിക്കും. അതായത് 312 ആയിരിക്കും. ഇനി അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 2x/3 ആണ്. 2x/3 എന്ന് പറയുമ്പോൾ 2 × 156/3. 2 × 156/3 ആണ്. ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 104 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ ഡി 104 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 104 ഉത്തരമായിട്ട് വരുന്നു. അടുത്ത വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ABC എന്നിവർക്ക് യഥാക്രമം 20, 30, 60 ദിവസങ്ങളിൽ ഒരു ജോലി ചെയ്യാൻ കഴിയും. ഓരോ 3 ദിവസവും BC എന്നിവർ സഹായിച്ചാൽ എക്ക് എത്ര ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തിയാക്കാൻ കഴിയും? ഓക്കെ, ABC എന്ന് നമ്മൾ എടുക്കുകയാണ്. ABC അവർ യഥാക്രമം ചെയ്യുന്ന ദിവസങ്ങളെന്ന് പറയുന്നത് 20, 30, 60 ദിവസങ്ങളാണ്. 20, 30, 60 ദിവസങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ LCM നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്രയെന്ന് കിട്ടും? 60 എന്ന് കിട്ടും. അപ്പോൾ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 ആണ്. അതേപോലെ തന്നെ സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ ഓരോ ദിവസം അവർ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? എ ചെയ്യുന്നത് 3, ബി ചെയ്യുന്നത് 2, സി ചെയ്യുന്നത് എത്രയാണ്? 1. ഇങ്ങനെയാണ് പോകുന്നത്. ഇനി കണക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞിരിക്കുന്നത് 3 ദിവസത്തിന് ശേഷം ആര് സഹായിക്കും? ബിയും സിയും സഹായിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ ആദ്യത്തെ 2 ദിവസം ജോലി ചെയ്തു. ആദ്യത്തെ 2 ദിവസം ജോലി ചെയ്തപ്പോഴത്തേക്ക് 3 വർക്കുകൾ എന്ത് ചെയ്തു? കഴിഞ്ഞു. ഇനി ആരൊക്കെ സഹായിക്കുകയാണ്? ബിയും സിയും സഹായിക്കുകയാണ്. ബിയും സിയും സഹായിച്ചു കഴിഞ്ഞാൽ അന്നത്തെ എയുടെ വർക്കും അല്ലേ, അന്നത്തെ എയുടെ വർക്കും പിന്നെ ബിയും സിയും കൂടെ ചേർന്നിട്ടുള്ള അവരുടെ സഹായമായിട്ട് കിട്ടുന്ന വർക്കും കൂടെ ചേർത്ത് ടോട്ടൽ എത്ര വരും? 6 വരും. ഇവിടെ എത്ര വരും? 6 വരും അല്ലേ. അപ്പോൾ 3 ദിവസത്തിന് ശേഷം വരുമ്പോഴത്തേക്ക് എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തു?
ടോട്ടല് 3+3+6 അതായത് 12 വർക്ക് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. 3 ദിവസമായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, 12 കംപ്ലീറ്റ് ചെയ്തു. 3 ദിവസമായപ്പോഴത്തേക്ക് 12 വർക്ക് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെ ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അടുത്ത ഇനി 3 ദിവസം കഴിയുമ്പോഴും ഇതേപോലെ ആര് സഹായിക്കും, ബിയും സിയും സഹായിക്കും. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര 12കൾ ചേർന്ന് കഴിഞ്ഞാൽ ടോട്ടൽ വർക്കായിട്ടുള്ള 60 എത്തും എന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത്. ഇപ്പോൾ ടോട്ടൽ വർക്കായിട്ടുള്ള 60 എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, 12 ഗുണം 5 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും, ടോട്ടൽ വർക്കായിട്ടുള്ള 60 കിട്ടും. ടോട്ടൽ വർക്കായിട്ടുള്ള 60 കിട്ടും അല്ലേ. അപ്പോൾ 12 ഗുണം 5 ചെയ്തപ്പോഴത്തേക്കും നമുക്ക് എത്രയെന്ന് കിട്ടി, 60 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഈ ഒരു പാറ്റേണിൽ 5 ദിവസം 5 തവണ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തായി മാറും, 60 വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിപ്പോൾ എത്ര ദിവസമായി, ഇതിപ്പോൾ 3 ദിവസമായി. ഈ പറഞ്ഞിരിക്കുന്ന 3+3+6 എന്ന് പറയുന്നത് 3 ദിവസമായി. ഇത്തരത്തിൽ 5 ദിവസം അല്ലേ. അപ്പോൾ ഇതിപ്പോൾ 3 ദിവസത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 5 ദിവസം ആയപ്പോഴത്തേക്ക് എത്രയായി, 15 ദിവസം ആയി. 15 ദിവസം. അപ്പോൾ എക്ക് എത്ര ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കാൻ സാധിക്കും, 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 3/4, 1.5, 2.25 എന്ന ശ്രേണിയിലെ പദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇത് പെട്ടെന്ന് മനസ്സിലാവും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4 എന്ന് പറയുന്നതിനെ നമ്മൾ എന്താണ് പറയുന്നത്, മുക്കാൽ എന്നുള്ളതാണ് പറയുന്നത് അല്ലേ, മുക്കാൽ. അടുത്തത് 1.5, അടുത്തത് 1.5 അല്ലേ. അടുത്തത് 2.25 അല്ലേ, 2.25. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു ശ്രേണിയാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓരോന്നും എത്ര വീതമാണ് കൂടുന്നത്, മുക്കാൽ വീതമാണ് കൂടുന്നത്. മുക്കാലും ചേർന്ന് എത്രയായി, 1.5. 1.5 മുക്കാലും ചേർന്ന് എത്രയായി, 2.25 അല്ലേ. 2.25 മുക്കാലും കൂടെ ചേരുമ്പോഴത്തേക്ക് എത്രയാവും, 3 ആയിട്ട് മാറും. അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഈ ശ്രേണി ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ അടുത്ത സംഖ്യ 1, ഇത് 2, ഇത് 3, ഇത് 4, നാലാമത്തെ സംഖ്യയാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത സംഖ്യ, അഞ്ചാമത്തെ സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 3.25 എന്നുള്ളതായിരിക്കും അല്ലേ. അടുത്തത് 4.5, 5.25, അടുത്ത വരുന്നത് എത്രയാണ്, 6 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത വരുന്നത് 6 വരും. അതേപോലെ ഇതിങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത 9 വരും. അപ്പോൾ ഈ 3 സംഖ്യകളും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏതൊക്കെയാണ്, 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്. അപ്പോൾ 3, 6, 9 എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നില്ല. ഈ ശ്രേണിയിൽ ഉൾപ്പെടുന്ന സംഖ്യയാണ് 3, 6, 9. അപ്പോൾ ശ്രേണിയിൽ എവിടെയെങ്കിലും നമ്മൾ 4 എന്ന് പറയുന്ന സംഖ്യ കണ്ടായിരുന്നോ, ഇല്ല, 4 കണ്ടിട്ടില്ല. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്, 4 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 17/7.5 ഡിവൈഡഡ് ബൈ 17/3.5 ഇൻറ്റു 17/4.5 ഈസ് ഈക്വൽ ടു 17 എത്ര എന്നുള്ളതാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോഴത്തേക്ക് 17/7.5 ഡിവൈഡഡ് ബൈ 17/3.5 എന്ന് ചെയ്യുമ്പോഴത്തേക്ക് നോക്കുക, a/m ഡിവൈഡഡ് ബൈ a/n എന്നുള്ളതാണ്. അതായത് a/m - n എന്നല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയെന്ന് വരും, 17/4 എന്ന് വരും. 17/4 എന്ന് വരും. ഇതിനകത്ത് തന്നെയാണ് വീണ്ടും കിടക്കുന്നത് ഇൻറ്റു 17/4.5 അല്ലേ, 17/4.5. അപ്പോൾ അവിടെ വരുന്ന റൂൾ എന്താണ്, a/m ഇൻറ്റു a/n ആണെങ്കിൽ a/m + n എന്നുള്ളതല്ലേ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും, 4 + 4.5 ചെയ്യുമ്പോഴത്തേക്ക് എത്രയെന്ന് വരും, 17/8.5 എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷനിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പവർ മാത്രമേ തന്നിട്ടുള്ളൂ. ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്, 8.5 ആണ്.